നമസ്കാരം. KMC ഹെൽത്ത് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. KMC ഹോസ്പിറ്റലിൽ അത്യാധുനിക ക്യാൻസർ ക്ലിനിക് ആരംഭിച്ചു. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ക്യാൻസർ സെന്ററിന്റെ നേതൃത്വത്തിൽ ലിംഫഡിമ ക്ലിനിക് ആരംഭിച്ചു. അമേരിക്കയിലെ സെന്റ് അഗസ്റ്റിൻ യൂണിവേഴ്സിറ്റിയിലെ ഓങ്കോളജി ഫിസിക്കൽ തെറാപ്പി മേധാവിയായ ഡോക്ടർ ഹിമ രവീന്ദ്രനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്ഥാനാർബുദ രോഗികളിൽ കൂടുതലായി കാണപ്പെടുന്ന ലിംഫഡിമ എന്ന രോഗാവസ്ഥയെ തരണം ചെയ്യാനുള്ള ചികിത്സാരീതികളെക്കുറിച്ചും KMC ഹോസ്പിറ്റലുമായി ചേർന്ന് നടത്തുന്ന വിവിധ ശാസ്ത്രീയ പഠനങ്ങളെക്കുറിച്ചും അവർ മുഖ്യപ്രഭാഷണത്തിൽ വിശദീകരിച്ചു. അതായത് ആ ദ്രാവകത്തിൻ്റെ നോർമലായിട്ടുള്ള ആ ഫ്ലോയ്ക്ക് പ്രശ്നം വരുമ്പോഴാണ് കയ്യിൽ അല്ലെങ്കിൽ കാലുകളിൽ നീർവീക്കം ഉണ്ടാകുന്നത്. ക്യാൻസർ സെന്ററിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന വിവിധ ക്ലിനിക്കുകളിൽ ചികിത്സയ്ക്കായി എത്തുന്നവർക്കുള്ള യാത്രാ സൗകര്യങ്ങൾ സ്വകാര്യ ഏജൻസികൾ വഴിയും ഇന്ത്യൻ റെയിൽവേ വഴിയും ഒരുക്കുമെന്ന് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ റവറൻഡ് ഫാദർ ഡോക്ടർ അലക്സാണ്ടർ കൂടാരത്തിൽ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ഏത് രോഗമാണെങ്കിലും അതിന് ഒരു ചികിത്സയിലൂടെ പൂർണ്ണത കണ്ടെത്തുവാൻ കഴിയുന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാക്കി വരികയാണ്. ക്യാൻസർ രോഗവിമുക്തി നേടിയവരുടെ നേതൃത്വത്തിൽ വിവിധ ഇനം കലാപരിപാടികളും ഉണ്ടായിരുന്നു. KMC ഹോസ്പിറ്റലിൽ അത്യാധുനിക ലേസർ ഹൃദ്രോഗ ചികിത്സാ സെന്റർ ഉദ്ഘാടനം ചെയ്തു. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ അത്യാധുനിക ലേസർ ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ നിർവഹിച്ചു. ഉന്നത നിലവാരം പുലർത്തുന്നതിന് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ആശുപത്രിക്ക് നൽകിയ NABH സർട്ടിഫിക്കറ്റിന്റെ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായതായും കേരളത്തിലെ ഹൃദ്രോഗ ചികിത്സാ ഗവേഷണത്തിനായി ആശുപത്രി നടത്തുന്ന പഠനങ്ങളെക്കുറിച്ചും ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ റവറൻഡ് ഫാദർ ഡോക്ടർ അലക്സാണ്ടർ കൂടാരത്തിൽ അധ്യക്ഷ പ്രസംഗത്തിൽ പ്രസ്താവിച്ചു. സീനിയർ കാർഡിയോളജിസ്റ്റുകളായ ഡോക്ടർ മധു പൗലോസ്, ഡോക്ടർ ആനന്ദ് ശ്രീനിവാസൻ, ഡോക്ടർ ദേവരാജൻ KA, ഡോക്ടർ R സെന്തിൽകുമാർ, തിരുവൻവണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PV സാജൻ, ശ്രീ ജോജി ചെറിയാൻ, പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീ സജീവ് വള്ളിയിൽ, ശ്രീ സജീവ് ഇടക്കല്ലൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കൊല്ലം റൂറൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ATPP ട്രെയിനിംഗ് സംഘടിപ്പിച്ച് KMC ഹോസ്പിറ്റൽ. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കൊല്ലം റൂറൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ആക്സിഡന്റ് ട്രീറ്റ്മെന്റ് പ്രോഗ്രാം വിത്ത് പബ്ലിക് സപ്പോർട്ട് ATPP ട്രെയിനിംഗ് കൊട്ടാരക്കരയിലെ ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് ഓഫീസിൽ വെച്ച് നടത്തി. കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി ശ്രീ സാബു മാത്യു KM IPS ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ അഡീഷണൽ SP ശ്രീ ഷാനിഖാൻ A, DYSP ശ്രീ റെജി എബ്രഹാം P, സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ ശ്രീ സാജു RL, ലേസൺ ഓഫീസർ ശ്രീ ഗോപകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. KMC ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ന്യൂറോ സർജൻ ഡോക്ടർ രാജീവ് R, എമർജൻസി മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ അരുൺരാജ് SL, കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ രൂപൻ ജോൺ എന്നിവർ ട്രെയിനിംഗ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനുമായി ചേർന്ന് വിവിധയിടങ്ങളിൽ ഗവേഷണ വിഷയങ്ങൾ അവതരിപ്പിച്ച് KMC ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ. ചെങ്ങന്നൂർ IMAയിൽ വെച്ച് നടന്ന CMAയിൽ ആൻ ഓവർവ്യൂ ഓൺ സർജിക്കൽ ആൻഡ് നോൺ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഇൻ കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന വിഷയത്തെ ആസ്പദമാക്കി റീപ്രൊഡക്റ്റീവ് മെഡിസിൻ സീനിയർ കൺസൾട്ടന്റും കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ കവിത LS പ്രഭാഷണം നടത്തി. അടൂർ IMAയിൽ വെച്ച് നടന്ന CMAയിൽ മെഡിക്കൽ സൂപ്രണ്ടും കൺസൾട്ടന്റ് കാർഡിയോതൊറാസിക് വാസ്കുലർ സർജനുമായ ഡോക്ടർ ഗീവർഗീസ് K മാത്യു എക്സ്ട്രാ കോർപ്പോറിയൽ ലൈഫ് സപ്പോർട്ട് കറന്റ് സ്റ്റാറ്റസ് എന്ന വിഷയത്തെക്കുറിച്ചും കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ സർജൻ ഡോക്ടർ മുരളി അപ്പുകുട്ടൻ അൺട്രാവലിംഗ് ലിവർ ലീഷൻസ് കേസ് ബേസ്ഡ് അപ്രോച്ച് ടു ലിവർ സ്പേസ് ഓക്യുപ്പയിങ് ലീഷൻസ് എന്ന വിഷയത്തെ സംബന്ധിച്ചും പ്രഭാഷണം നടത്തി. കായംകുളം IMAയിൽ വെച്ച് നടന്ന CMAയിൽ കാർഡിയോതൊറാസിക് വാസ്കുലർ സർജൻ ഡോക്ടർ ഗീവർഗീസ് K മാത്യു എക്സ്ട്രാ കോർപ്പോറിയൽ ലൈഫ് സപ്പോർട്ട് എന്ന വിഷയത്തെക്കുറിച്ചും കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ അശ്വിൻ മാത്യു തോമസ് ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക് ആൻഡ് മൈനർ സ്ട്രോക്ക് കറന്റ് കൺസെപ്റ്റ് എന്ന വിഷയത്തെ സംബന്ധിച്ചും പ്രഭാഷണം നടത്തി. മാവേലിക്കര IMAയിൽ വെച്ച് നടന്ന CMAയിൽ കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ സർജൻ ഡോക്ടർ മുരളി അപ്പുകുട്ടൻ ലിവർ ലീഷൻസ് അൺകവേർഡ് എ കേസ് ബേസ്ഡ് അപ്രോച്ച് എന്ന വിഷയത്തെക്കുറിച്ചും കൺസൾട്ടന്റ് ന്യൂറോ സർജൻ ഡോക്ടർ രാജീവ് R ന്യൂറോ സർജിക്കൽ റെഡ് ഫ്ലാഗ്സ് വാട്ട് നോട്ട് ടു മിസ് ഇൻ ഡെയിലി പ്രാക്ടീസ് എന്ന വിഷയത്തെ സംബന്ധിച്ചും പ്രഭാഷണം നടത്തി. കൊട്ടാരക്കര IMAയിൽ വെച്ച് നടന്ന CMAയിൽ ഡയബറ്റിക് ഫുഡ് അൾസർ മാനേജ്മെന്റ് എന്ന വിഷയത്തെ ആസ്പദമാക്കി കൺസൾട്ടന്റ് പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജൻ ഡോക്ടർ ബ്രിയാൻ ഉമ്മൻ തോമസ് പ്രഭാഷണം നടത്തി. വിവിധ സ്കൂളുകളുമായും കോളേജുമായി ചേർന്ന് ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് നടത്തിവരുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ശ്രദ്ധേയമാകുന്നു. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സൈക്കാട്രി ആൻഡ് ഡി അഡിക്ഷൻ വിഭാഗം നടത്തിവരുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിനാണ് സമൂഹത്തിൽ മാതൃകയാകുന്നത്. ചുരുങ്ങിയ കാലയളവിൽ തന്നെ കേരളത്തിലെ വിവിധയിടങ്ങളിലായി 44ലധികം സ്കൂളുകളിൽ ഇതിനോടകം സെമിനാറുകൾ സംഘടിപ്പിച്ച ഇവർ ലഹരിവിരുദ്ധ ക്യാമ്പയിന് പുറമെ
കുട്ടികളിലെ ആത്മഹത്യ പ്രവണത, മാനസികാരോഗ്യം മെച്ചപ്പെടുത്തൽ, പഠന വൈകല്യങ്ങൾ, സ്വഭാവ രൂപീകരണം, മറവി രോഗങ്ങൾ എന്നിവയെ സംബന്ധിച്ചും സൗജന്യ ക്ലാസുകൾ നൽകി വരുന്നു. കുട്ടികൾക്കും അധ്യാപകർക്കും പ്രയോജനപ്പെടും വിധമാണ് ക്ലാസുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ റൂബൻ ജോൺ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ശ്രീജ സമ്പത്ത്, സൈക്യാട്രിക് കൗൺസിലർ ഫാദർ ബിബിൻ ബേബി, ശ്രീ ആശിഷ് സാമുവൽ എന്നിവരാണ് ക്ലാസുകൾ നയിക്കുന്നത്. മിനിമലി ഇൻവേസീവ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വൺ ഡേ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ച് KMC ഹോസ്പിറ്റൽ. ഡയബറ്റിക് ഫുഡ് അൾസർ എന്ന വിഷയത്തെ ആസ്പദമാക്കി മുംബൈയിലെ കോളോപ്ലാസ്റ്റ് അക്കാദമി സീനിയർ ക്ലിനിക്കൽ മാനേജർ ഡോക്ടർ റിങ്കി മനുഷ്കാനി മുഖ്യപ്രഭാഷണം നടത്തി. KMC ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് മിനിമലി ഇൻവേസീവ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ ഫാരിഷ് ഷംസുദ്ദീന്റെ നേതൃത്വത്തിൽ ലാപ്രോസ്കോപ്പിക് ഹെർണിയ ലൈവ് സർജറി വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. കേരളത്തിലെ വിവിധ ഹോസ്പിറ്റലിലെ സർജന്മാർക്ക് വർക്ക്ഷോപ്പിന്റെ ഭാഗമായി പരിശീലനം ലഭിച്ചു. ഉമിനീർ ഗ്രന്ഥിയിലെ കല്ല് നീക്കം ചെയ്യാൻ KMC ഹോസ്പിറ്റലിലെത്തിയത് മാലിദ്വീപ് മുൻ MP ശ്രീ ഹമീദ് അബ്ദുൽ ഗഫൂർ. ഉമിനീർ ഗ്രന്ഥിയിലെ കല്ല് മൂലം രോഗബാധിതനായി ഇന്ത്യയിലെത്തിയ മാലിദ്വീപ് മുൻ MP ശ്രീ ഹമീദ് അബ്ദുൽ ഗഫൂർ സൈലൻഡോസ്കോപ്പി എന്ന നൂതന ചികിത്സയിലൂടെയാണ് കല്ല് പുറത്തെടുത്തത്. I am very happy that I came here because my surgery it surpassed my expectations and it was so well done and I was treated so well. So I am very happy with the service I got from this hospital. ENT ഹെഡ് ആൻഡ് നെക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ചെയ്യുന്ന ഈ ചികിത്സ പുറമെ നിന്നും മുറിവുകൾ ഇല്ലാതെ ചെയ്യുന്ന ഒരു എൻഡോസ്കോപ്പിക് ശസ്ത്രക്രിയയാണ്. ENT സർജൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകി. അത്യാധുനിക ലേസർ ഹെയർ റിമൂവൽ മെഷീൻ അവതരിപ്പിച്ച KMC ഹോസ്പിറ്റൽ. അമിത രോമവളർച്ചയുള്ളവർക്ക് ലേസർ ഹെയർ റിമൂവൽ മെഷീൻ ഉപയോഗിച്ച് ചർമ്മത്തിന് കേടുവരാതെ തികച്ചും സുരക്ഷിതമായി ചികിത്സ ചെയ്യാൻ സാധിക്കുമെന്ന് കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റുമാരായ ഡോക്ടർ കരീഷ്മ എബ്രഹാം, ഡോക്ടർ അന്നബെൽ എന്നിവർ അഭിപ്രായപ്പെട്ടു. ഡെന്റൽ ENT ചികിത്സകൾക്ക് ഓർത്തോപാൻഡമോഗ്രാം സെഫാലോമെട്രിക് മെഷീൻ അവതരിപ്പിച്ച് KMC ഹോസ്പിറ്റൽ. ദന്തരോഗ വിഭാഗം, ENT, ജനറൽ സർജറി വിഭാഗങ്ങൾക്ക് വളരെ സഹായകമായ ഈ മെഷീൻ താടിയെല്ലുകളുടെയും പല്ലുകളുടെയും എക്സ്റേ കൃത്യമായി എടുക്കുവാൻ സഹായിക്കുന്നു. പല്ലുകളുടെയും താടിയെല്ലിൻ്റെയും ചിത്രം ഒരേ സമയം ലഭിക്കുന്നതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയ വ്യക്തമായി ക്രമീകരിക്കുവാൻ ഇതുകൊണ്ട് സാധിക്കുമെന്നും കൺസൾട്ടന്റ് എൻഡോഡോണ്ടിസ്റ്റ് ഡോക്ടർ രവീണ P. ജോൺ, കൺസൾട്ടന്റ് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻ ഡോക്ടർ അരുൺ ബാബു എന്നിവർ അഭിപ്രായപ്പെട്ടു. അത്യാഹിത രോഗികളിൽ ഏറെ സഹായകമായ CRRT മെഷീൻ അവതരിപ്പിച്ച് KMC ഹോസ്പിറ്റൽ. രക്തസമ്മർദ്ദം വളരെ താഴ്ന്നവർക്കും ICUവിലെ ഗുരുതര രോഗികൾക്കും സാധാരണ ഡയാലിസിസ് ചെയ്യുന്നതിനേക്കാളും തുടർച്ചയായി രക്തം ശുദ്ധീകരിക്കാൻ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഈ മെഷീൻ കൊണ്ട് സഹായമാകുമെന്ന് കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ അപ്പു ജോസ് അഭിപ്രായപ്പെട്ടു. ആരോഗ്യ അറിവിലേക്ക് സ്വാഗതം. EOS-CDS എന്നത് പ്രധാനമായും പിത്തനാളിയിലെ ട്യൂമർ മൂലം തടസ്സം വരികയും മഞ്ഞപ്പിത്തം കൂടുന്ന അവസ്ഥയിൽ പുതിയൊരു ഡ്രെയിനേജ് വഴി ശരീരത്തിലെ ബിലിറൂബിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഒരു എൻഡോസ്കോപ്പിക് പ്രക്രിയയാണ്. ശസ്ത്രക്രിയയോ ട്യൂബോ ഇടാൻ കഴിയാത്ത അവസ്ഥയിലോ പിത്തനാളിയിലെ കല്ലുകൊണ്ടുണ്ടാകുന്ന സങ്കീർണതകൾക്ക് ചെയ്യുന്ന ERCP എന്ന പ്രക്രിയ ചെയ്യാനോ സാധിക്കാത്ത രോഗികളിലാണ് EOS-CDS ചെയ്യുന്നത്. പിത്തനാളത്തിൽ തടസ്സം വന്ന് പിത്തം ശരിയായി ഒഴുകാതെ ശരീരത്തിൽ അടഞ്ഞുകൂടി അസുഖം ബാധിച്ച് KMC ഹോസ്പിറ്റലിലെത്തിയ 90 വയസ്സുള്ള രോഗിക്ക് ഈ ചികിത്സയിലൂടെ അസുഖം ഭേദമായിരുന്നു. കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ നിഖിൽ കെന്നി തോമസ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയത്. ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിൽ സീനിയർ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ സെബാസ്റ്റ്യൻ എബ്രഹാം, ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻ ഡോക്ടർ അരുൺ ബാബു, പൾമനോളജിസ്റ്റ് ഡോക്ടർ ലിബിൻ മാത്യു, പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് ആൻഡ് എസ്തെറ്റിക് സർജൻ ഡോക്ടർ സാനിയ സലീം, പീഡിയാട്രിക് ഇന്റൻസിവിസ്റ്റ് ഡോക്ടർ മിറിയ സൂസൻ ജോസഫ്, ഇന്റൻസിവിസ്റ്റ് ഡോക്ടർ ദീപക് A, ഗ്യാസ്ട്രോ സർജൻ ഡോക്ടർ രമൻ രാജേന്ദ്രൻ, ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അരുൺ ജോർജ് വർക്കി, ഇന്റൻസിവിസ്റ്റ് ഡോക്ടർ തങ്കുരാജ് B എന്നിവർ നിയമിതരായി. ആരോഗ്യമേഖലയിലെ പുത്തൻ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Dr. K.M. Cherian Institute of Medical Sciences, Kallisheri, Chenganur, a world-class hospital you can trust.